നമസ്കാരം. ചില രാശിക്കാരോട് ശനിദേവന് വളരെ പ്രിയമാണ്. അതിനാൽ തന്നെ ശനിയുടെ ദോഷദൃഷ്ടി ആ രാശിക്കാരിൽ അധികം ബാധിക്കുകയുമില്ല. എന്ന് വെച്ചാൽ ശനിദേവന് ആ രാശിക്കാരായ ആളുകളോട് പ്രിയമുള്ളതിനാൽ തന്നെ ശനിദോഷങ്ങൾ ഇവരെ കൂടുതലായി വലയ്ക്കുകയില്ല എന്ന് അർത്ഥം. ശനികൃപയാൽ ഈ രാശിക്കാർക്ക് പലവിധേനയുള്ള നേട്ടങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുകയും ചെയ്യുന്നതാണ്. ശനി പൊതുവെ കർമ്മഫലദാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ കർമ്മത്തിനനുസരിച്ച് എന്താണ് അവൻ അർഹിക്കുന്ന നീതി, ആ നീതി നൽകുക എന്നതാണ് ശനിദേവൻ്റെ ഒരു രീതി. അതിനാലാണ് ശനിയെ പല ആളുകളും ഭയപ്പെടുന്നത്. കാരണം നമ്മൾ നല്ല പ്രവൃത്തിയല്ല ചെയ്തതെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരിക, അല്ലെങ്കിൽ നല്ല പ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ നേട്ടങ്ങളും ഫലങ്ങളും ജീവിതത്തിൽ വന്നു ഭവിക്കുകയും ചെയ്യും. ശനിദേവന് ഏറെ പ്രിയമുള്ള ചില രാശിക്കാരുണ്ട്. 12 രാശിക്കാരിൽ ചില രാശിക്കാരോട് ശനിദേവന് ഏറെ പ്രിയമുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ജന്മം, അതായത് അവർ ഭൂമിയിൽ ജനിച്ച ആ ഒരു സമയം മുതൽ തന്നെ ആ രാശിക്കാരായ ആളുകൾ ശനിദേവൻ്റെ ഒരു വലയം, അതായത് ആ രാശിക്കാരോട് ശനിദേവൻ ഏറെ പ്രിയമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ടകശനി, ഏഴരശനി തുടങ്ങിയ വിധേനയുള്ള ശനിദോഷ ഘട്ടങ്ങളിലൊക്കെ ഇവർക്ക് കാഠിന്യം കുറവായിരിക്കും. മറ്റുള്ള രാശിക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർ വരുന്ന അല്ലെങ്കിൽ ഇവർ അനുഭവിക്കേണ്ടതായ ദോഷങ്ങൾക്ക് കാഠിന്യം വളരെ കുറവായിരിക്കും. അപ്പോൾ ശനിദേവൻ്റെ ആ ഒരു കൃപ അല്ലെങ്കിൽ കടാക്ഷം, പ്രിയം ഒക്കെ ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ള കുറച്ച് രാശിക്കാരുണ്ട്. അവർ ആരൊക്കെയെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇടവമാണ് ആദ്യത്തെ രാശി. കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി, മകരം ആദ്യ പകുതി വരുന്ന നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിയിൽ വരുന്നത്. ശനിയുടെ രാശിയാണ് ഇടവം രാശി. ശുക്രനാണ് ശനി അധിപനായിട്ടുള്ളത്. ശനിക്ക് ഏറെ പ്രിയമുള്ള ഒരു രാശി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശനിദേവൻ്റെ രാശി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ശുക്രൻ്റെയും ശനിയുടെയും കൂട്ടുകെട്ട് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാരായ ആളുകൾക്ക് വളരെയേറെ പുരോഗതി ജീവിതത്തിലുടനീളം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്ത രാശി തുലാമാണ്. ചിത്തിര 2/2 പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ 1/4 ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശനി ഒരു ഉച്ചരാശിയായിട്ട് തന്നെയാണ് ഇവർക്ക് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അധിക കാലവും ശനിയുടെ ഒരു പ്രത്യേക കടാക്ഷം ഇവരിൽ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സുഖം അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരു അഭിവൃദ്ധി ഇതൊക്കെയും ഇവരുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്നതിന് കാരണം കൂടി ശനിയുടെ ഈ പ്രീതി ഉള്ളതിനാലാണ്. മകരമാണ് അടുത്ത രാശി. ഉത്രാടം അവസാനം 1/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശനിയാണ് അധിപൻ. അതുകൊണ്ട് തന്നെ മകരം രാശിക്ക് 7.5 ശനി അധികമായി ഉണ്ടായാലും അതിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരില്ല. 7.5 ശനി ബുദ്ധിമുട്ടുകൾ നൽകുകയില്ല. കാരണം എന്തെങ്കിലും വിധേനയുള്ള ദുരിതങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ശനിദേവൻ്റെ ഒരു കൃപ ഇവരിൽ ചൊരിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാശിക്കാരെ അപേക്ഷിച്ച് ഇവർക്ക് വളരെ വിധേനയുള്ള ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരികയില്ല. ശനിപ്രീതി കൂടുതലായും മകരം രാശിക്കാരിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സാമ്പത്തികമായിട്ടുള്ളൊരു അരക്ഷിതാവസ്ഥയിലേക്ക് ഇവർ ജീവിതത്തിലുടനീളം ചെല്ലുകയില്ല എന്ന് സാരം. കുംഭമാണ് അടുത്ത രാശി. അവിട്ടം 2/2 പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശനിദേവനാണ് അധിപനായിട്ടുള്ളത്. കുംഭം രാശിയോട് ശനിദേവനൊരു പ്രത്യേക പ്രീതി കൂടുതലായിട്ടുണ്ട്. 12 രാശിക്കാരിൽ ഏറ്റവും പ്രീതി ശനിദേവനിൽ നിന്ന് ലഭിക്കുന്ന രാശി കൂടി കുംഭം രാശിയാണ്. അതുകൊണ്ട് തന്നെ ധനത്തിന് എന്തെങ്കിലും വിധേനയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും എപ്പോഴും ഒരു കൈത്താങ്, ഒരു സഹായം ഇവർക്ക് ഏതെങ്കിലുമൊക്കെ വിധേനെ, അത് സുഹൃത്തുക്കൾ നിമിത്തമായിരിക്കും അല്ലെങ്കിൽ ബന്ധുക്കൾ നിമിത്തമായിരിക്കും, എങ്ങനെയും വന്നു കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു വിഷമഘട്ടത്തിൽ എത്തുമ്പോൾ ഒരു കൈത്താങ്, ഒരു അപ്രതീക്ഷിതമായ ഒരു സഹായമൊക്കെ വന്നു ഭവിക്കുന്നത് അത് ശനിദേവൻ്റെ ഭാഗത്ത് നിന്നാണ്. കാരണം ശനിദേവന് 12 രാശിക്കാരിൽ ഏറ്റവും പ്രീതിയുള്ള രാശി കൂടി കുംഭം രാശിയാണ്. അപ്പോൾ ശനി ജന്മനാ തന്നെ അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്ത് വന്ന ആ ഒരു നിമിഷം മുതൽ മരണം വരെയുള്ള ആ സമയങ്ങളിൽ ശനിദേവൻ്റെ പ്രീതി കൂടുതലായി ലഭിക്കുന്ന, സാമ്പത്തികമായി ഒരു നേട്ടത്തിലേക്ക് കുതിക്കാനായി ഭാഗ്യം ശനിദേവനിൽ നിന്ന് സിദ്ധിക്കുന്ന രാശിക്കാർ ഇവരൊക്കെയാണ്. ഇനി ശനിദേവനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നിങ്ങൾക്കായി പറയുകയാണ്. ജ്യോതിഷത്തിൽ ഏറ്റവും ഭയാനകമായ ഗ്രഹം എന്ന ഒരു പേരുകൂടി ശനിക്കുണ്ട്. യമൻ്റെ സഹോദരനായ ശനിദേവൻ നീതിയുടെ ദേവൻ കൂടിയാണ്. അതായത്
നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള ഫലമാണ് ശനിദേവൻ അല്ലെങ്കിൽ ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമശനി എന്നിങ്ങനെയുള്ള ഭാവത്തിൽ നമ്മൾക്ക് നൽകുന്നത്. നമുക്ക് ശനി അല്ലെങ്കിൽ ശനിദോഷമുണ്ട്, അല്ലെങ്കിൽ ശനിദശ സമയമൊക്കെ നമ്മളെ ഭയാനകമാക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭയാനകമായ ഒരു ഗ്രഹം എന്ന പേര് കൂടിയുള്ളത്. പൊതുവേ നമ്മൾക്ക് ശനിദശ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ ഭയമാണ്, ദുരിതമാണ്, അല്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ മരണ തുല്യമായ അപകടങ്ങളൊക്കെ സംഭവിച്ചേക്കാം എന്ന ഭയമാണ് ആ ഒരു സമയത്ത് നമ്മളെ നേടിയിരിക്കുന്നത്. പക്ഷേ ഭയപ്പെടേണ്ട കാര്യമില്ല. ചെയ്യുന്ന പ്രവൃത്തിയുടെ കർമ്മം നൽകുന്ന, അല്ലെങ്കിൽ കർമ്മത്തിനുള്ള ഫലം നൽകുന്ന കർമ്മഫലദാതാവാണ് ശനി. അതുകൊണ്ട് നല്ല ഫലങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശനിദേവൻ്റെ പ്രീതിക്കും അനുഗ്രഹത്തിനും പാത്രീഭൂതരാകാൻ ഏവർക്കും സാധിക്കും എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ശനിയെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായും കണക്കാക്കപ്പെടുന്നുണ്ട്. ഒരു വ്യക്തി ചെയ്യുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മങ്ങൾ, ജീവിതത്തിൽ ജനിച്ച് ഭൂമിയിലേക്ക് വന്ന ആ ഒരു വേള മുതലുള്ള നല്ലതും ചീത്തയുമായുള്ള കർമ്മങ്ങൾക്കുള്ള ഫലം വിതരണം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ശനിദേവൻ ചെയ്യുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ശനിദേവൻ്റെ ദയയ്ക്കും ശക്തിക്കും വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ശനിദേവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധേനയുള്ള നേട്ടങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് കടന്നു പോകാൻ സാധിക്കും. എന്നാൽ നമ്മൾ ചെയ്ത ദുഷ്കരമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ ദുഷ്കൃതമായ പ്രവൃത്തികളാണ് ചെയ്തു വന്നതെങ്കിൽ അതിനുള്ള ശിക്ഷ വരുമ്പോൾ ശനിദശ കാലങ്ങളിൽ, അതായത് ഏഴര ശനി, കണ്ടകശനി, അഷ്ടമശനി തുടങ്ങിയ ദശാകാലങ്ങളിൽ അതൊക്കെ നമ്മൾക്ക് ഒരു ശിക്ഷ എന്നോണമായിരിക്കും ശനിദേവൻ നൽകുന്നതും. ഈ ലോകത്തെ ഭരിക്കുന്ന ഗ്രഹങ്ങളിൽ 7ാം സ്ഥാനത്താണ് ശനിയുള്ളത്. ഒരു വ്യക്തി ജീവിതത്തിൽ നമ്മൾ നല്ലതോ അല്ലെങ്കിൽ ചീത്തയോ ആയ ചിന്തകൾ ചിന്തിക്കുകയും അതിന് നമ്മളുടെ മനസ്സിൽ പലവിധേനയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള ഒരു ഫലവും ശനിദേവൻ മുന്നേ തന്നെ കണ്ടിട്ടുണ്ടാകും. അതായത് നമ്മൾ മനസ്സിൽ നല്ല കാര്യമാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ഒരു ചിന്തനം ഭഗവാൻ ശനിയുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ബുദ്ധിയിലേക്ക് എത്തപ്പെടും. കാരണം ഇവൻ ഇന്നതാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവർക്ക് നല്ല കാര്യങ്ങളല്ല വരുത്തേണ്ടത് എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ അതും ഭഗവാന്റെ ശ്രദ്ധയിലെത്തുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും ഈ ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമശനി തുടങ്ങിയ ദശാകാലങ്ങളിലൂടെ ഭഗവാൻ നമ്മൾക്കായി നൽകുന്നത്. അതുകൊണ്ട് ശനിദേവൻ നമ്മുടെ ശത്രുവല്ല, മിത്രമാണെന്നുള്ള കാര്യം നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ടതും അതോടൊപ്പം തന്നെ ജീവിതത്തിലുടനീളം നല്ല കാര്യങ്ങൾ ചെയ്യുവാനായും ശ്രമിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് ദോഷം വരുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ എത്തിക്കുന്നതോ ആയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശനിദശ സമയങ്ങളിൽ ആയിരിക്കും അല്ലെങ്കിൽ അതിനുള്ള ഒരു ശിക്ഷ എന്നോണം ഭഗവാൻ നമ്മൾക്കായി പല കാര്യങ്ങൾ ചിലപ്പോൾ കരുതി വയ്ക്കുന്നത്. അതുകൊണ്ട് ശനിയെ ഭയപ്പെടേണ്ട, ഏവരും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ശനിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ഛായാപുത്രൻ എന്നാണ്. സൂര്യദേവൻ്റെയും ദേവി ഛായയുടെയും പുത്രനായതിനാലാണ് ഛായാപുത്രൻ എന്ന പേര് കൂടി ശനിദേവനുണ്ടായത്. വിശ്വാസവഞ്ചന, അതായത് നമ്മൾ ഒരാൾക്ക് വിശ്വാസമായ പല കാര്യങ്ങൾ നടത്തിയിട്ട് അത് വഞ്ചിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയുന്നത് പോലെ അവരുടെ വിശ്വാസത്തെ നമ്മൾ വഞ്ചിക്കുന്നു. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ, കുതുകാൽ വയ്പ്, അന്യരായ ആളുകൾക്ക് പ്രതികാരം, അതായത് നമ്മൾക്ക് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാളിൽ നിന്ന് ഒരു പ്രവൃത്തി നമ്മളിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിന് തിരിച്ചടി കൊടുക്കണം എന്ന പ്രതികാര ചിന്തയോടുകൂടി നമ്മൾ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ വിധേനയുള്ള പാതകളിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ശനി വളരെ വലിയ വിധത്തിലുള്ള ദോഷങ്ങളായിരിക്കും ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചുരുക്കി പറഞ്ഞു വരുന്നത് നല്ല ഫലങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് നല്ല പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശനിദേവൻ നമ്മളിൽ പ്രീതനാവുകയും നമുക്ക് ഗുണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. ശനിദേവൻ്റെ വിഗ്രഹം ഭവനങ്ങളിൽ വെച്ചൊന്നും പൂജിക്കാറില്ല. അതിന് പിന്നിൽ എന്താണ് കാരണമെന്ന് ഏവർക്കും അറിയാനൊരു ആഗ്രഹമുണ്ടാവും. എന്നാൽ അതിന് പിന്നിലുള്ള ആ ഐതിഹ്യം കൂടി നിങ്ങൾക്കായി പറഞ്ഞു തരാം. ശനിദേവൻ കടുത്ത ശ്രീകൃഷ്ണ ഭക്തനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിക്കുവാനാണ്, ആരാധിക്കുവാനാണ് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ശനി എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്നതും സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനെയാണ്. ഏത് നിമിഷവും ഭഗവാനെ ആരാധിക്കുന്നതിലാണ്, ഭഗവാനെ ആരാധിച്ച് മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലാണ് ശനിദേവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഒരിക്കൽ ശനിദേവൻ്റെ ഭാര്യ ശനിദേവനെ കാണാനായി എത്തുകയാണ്. ആ സമയം ശനിദേവൻ കൃഷ്ണ ഭക്തിയിലാണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ പല തവണ ശ്രമിച്ചിട്ടും താൻ വന്ന വിവരം അറിയിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും അദ്ദേഹത്തിൻ്റെ ഏകാഗ്രത മാറ്റാനോ അല്ലെങ്കിൽ ഏകാഗ്രതയിൽ നിന്ന് ആ ചെയ്തിരിക്കുന്ന പ്രവൃത്തി, അതായത് ഭഗവാൻ കൃഷ്ണനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറ്റി തൻ്റെ വരവ് അറിയിക്കാനോ അവർക്ക് സാധിച്ചില്ല. ഇത് കണ്ട് ദേഷ്യമുണ്ടാവുകയാണ് ശനിദേവൻ്റെ പത്നിക്ക്.
ദേഷ്യമുണ്ടാവുക മാത്രമല്ല, ശനിദേവനെ പത്നി ശപിക്കുകയും ചെയ്തു. ശനിദേവൻ്റെ ദൃഷ്ടി ആരുടെയെങ്കിലും മേൽ പതിക്കുകയാണെങ്കിൽ അവർക്ക് ശുഭഫലങ്ങൾ ഉണ്ടാകാതെ വരട്ടെ എന്ന്. കുറച്ചു നേരത്തിന് ശേഷം ശനിദേവൻ പ്രാർത്ഥനയിൽ നിന്ന് പുറത്തേക്ക് വരികയും പത്നി വന്ന വിവരം അറിയുകയും ചെയ്തു. അപ്പോഴേക്കും ഈ ശാപം അദ്ദേഹത്തിലേക്ക് എത്തി. പക്ഷേ ശാപം ഈ തെറ്റ്, അതായത് പത്നി വന്നപ്പോൾ അവരെ ശ്രദ്ധിക്കാതിരുന്നതിനുള്ള തെറ്റ് ശനിദേവന് മനസ്സിലായി. പക്ഷേ എങ്കിൽ പോലും പത്നിക്ക് അദ്ദേഹത്തിന് നൽകിയ ശാപത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിതനാക്കാൻ സാധിക്കാതെ വരികയാണ് ഉണ്ടായത്. അതിനുശേഷം ശനിദേവൻ കണ്ണുകൾ താഴ്ത്തിയാണ് എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. കാരണം എന്തെന്നാൽ തൻ്റെ ദൃഷ്ടി ആരുടെ മേലാണോ പതിയുന്നത് അവർക്ക് ദോഷഫലങ്ങൾ വന്നു ഭവിക്കും എന്നതിനാൽ. അതുകൊണ്ട് തന്നെ ശനിദേവനെ ആരാധിക്കുന്ന വേളയിൽ നമ്മൾ ആ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിക്കാതെ പാദങ്ങളിൽ ദൃഷ്ടി പതിപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറ്റവും ഫലങ്ങൾ സിദ്ധിക്കുന്നതുമായിരിക്കും. നന്ദി.